അമ്മയെ സ്നേഹിക്കുകയും അമ്മ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗീതാമൃതം പരിപാടി എൻ്റെ അമ്മയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഷൊർണൂർ റോട്ടറിയോടുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നു. കാരണം കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ 15 ആയിരുന്നു ഇപ്പൊ അമ്മയുടെ വേർപാടിന് ശേഷം ഒരു വർഷം ആകുന്നത്. സെപ്റ്റംബർ 15 കഴിഞ്ഞ ഞായറാഴ്ചയും ഞങ്ങൾ വന്നു. പള്ളിയിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഞായറാഴ്ച ഇങ്ങനെയുള്ള ഒരു സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ അമ്മ ഏറെ സ്നേഹിക്കുകയും എനിക്ക് തോന്നുന്നു നരേന്ദ്രമേനോൻ അങ്കിളെയൊക്കെ കാണുമ്പോൾ 42 വർഷത്തിലധികമുള്ള ദീർഘമായിട്ടുള്ള ഒരു സൗഹൃദം അങ്ങനെയുള്ള വരുടെ മുഖമാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഒരു വിഷ്വൽ ബയോഗ്രഫി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് അങ്കിളും ആന്റിയും ഏറെ സ്നേഹത്തോടെയാണ് ഒരു പാട്ട് ആന്റി പാടുകയും അങ്കിള് നരേന്ദ്രമേനോൻ അങ്കിൾ അതിന്റെ ലിറിക്സ് അമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ടാണ് അതെനിക്ക് തയ്യാറാക്കി തന്നത്. അതിനുള്ള നന്ദി ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഒരു കൂട്ടായ്മയിൽ അത് ഏറെ വളരെയധികം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും റോട്ടറിയുടെ ഇതിൽ സന്ധ്യയാണെങ്കിൽ ഞാൻ സന്ധ്യയോട് പറയായിരുന്നു, സന്ധ്യയില്ലാത്ത ഞാൻ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ സന്ധ്യയില്ലാത്ത ഒരു ഫോട്ടോ പോലും ഇല്ല. 2013 മുതലുള്ള ആ റോട്ടറിയുടെ പാർട്ടിസിപ്പേഷനിൽ ശരിക്കും ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. ശരിക്കും മമ്മിയുടെ ഒരു സർവൈവലിനും റോട്ടറി ആവശ്യമായിരുന്നു. ഒരു ബിൻ സിറ്റുവേഷൻ, മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയാം. കാരണം മമ്മിയുടെ ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഏറെ ഊർജം ഉള്ള ഒരു വൈബ്രന്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെയുള്ള നല്ല നല്ല കൂട്ടായ്മയിലോട്ടും ഇങ്ങനെയുള്ള നന്മയുള്ള പ്രവൃത്തിയിലോട്ടും ഡൈവേർട്ട് ചെയ്യണമല്ലോ. അപ്പോ റോട്ടറി ശരിക്കും നിലനിന്നത് മമ്മിയുടെ ആ ഒരു വ്യക്തിത്വത്തിനും വളരെയധികം സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോ റോട്ടറിയുടെ നേതൃത്വത്തിൽ മമ്മി ഗവർണർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊക്കെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ പലരും ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ സംസാരിച്ചതായി നമ്മളിവിടെ മനസ്സിലാക്കിയതാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ 1952 ആലപ്പുഴയിൽ ജനിച്ച എൻ്റെ അമ്മ 1975 ഷൊർണൂർ വന്ന് ഇത്രയധികം ഒരു നാടിന്റെ ഹൃദയത്തിൽ ജീവിക്കുകയും ഇപ്പോഴും ഹൃദയത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അതാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്ററിയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു 48 വർഷം ഇത്രയും ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചത് വലിയൊരു ദൈവത്തിന്റെ കയ്യൊപ്പായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഷീല ടീച്ചറെയും രാജലക്ഷ്മി ടീച്ചറെയും എല്ലാവരെയും എനിക്ക് കാണുന്നു, ശാന്തി ആന്റിയും നളിനി ആന്റിയും ഒക്കെ അമ്മയുടെ ശരിക്കും സോൾമേറ്റ്സ് എന്ന് പറയാം, ആത്മസുഹൃത്തുക്കള്. ഇപ്പൊ ശാന്തി ആന്റിയൊക്കെ ഞാൻ പറയുമ്പോൾ അത്രയും സ്നേഹപരമായിട്ടുള്ള വെറും നെയ്ബേഴ്സ് എന്നുള്ളതല്ല, അത്രയും എൻ്റെ അമ്മയോട് വളരെയധികം ആത്മാർത്ഥതയും എല്ലാ രീതിയിലും ഓരോ തവണ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് കൊടുത്തയക്കുകയും ഇത്രയും ഒരു നന്മ നിറഞ്ഞ ഒരു വ്യക്തിത്വം. അതുപോലെ നളിനി ആന്റിയും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ മൂത്ത മകൻ അമ്മനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമ്മനാണ് കൊച്ചുമക്കളില് എൻ്റെ അമ്മയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്നത്. അപ്പൊ അമ്മന്റെ ഡെലിവറി ടൈമിലൊക്കെ നളിനി ആന്റിയുടെ ആ ഒരു സാന്നിധ്യമൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുപോലെ ഷീല ടീച്ചറെയും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓണത്തിന്റെ അന്ന് കണ്ടതാണ്. എൻ്റെ ബ്രദറാണ് ആദ്യത്തെ സ്റ്റുഡന്റ്, ട്യൂഷൻ സ്റ്റുഡന്റ്. എല്ലാവർക്കും ഇങ്ങനെയുള്ള എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് വലിയ വലിയ ഒരു ഓർമ്മകളുടെ ഒരു നിധി തന്നെയാണ് തുറന്നു വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും അമ്മ നടന്നു വന്ന വഴികളും അതുപോലെ ഞങ്ങൾക്ക് പകർന്നു തന്ന അമൂല്യമായിട്ടുള്ള പാഠങ്ങളും ഇതുപോലുള്ള നല്ല നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമ്പത്തായിട്ട് കരുതുന്നത് ബന്ധങ്ങളാണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം അധികാരം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ ആരോഗ്യം
ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ദീർഘായുസ്സിനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് റിലേഷൻഷിപ്സ്, ബന്ധങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ എൻ്റെ അമ്മയുടെ സ്വാധീനത്തിലും അമ്മയുടെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നല്ല ബന്ധങ്ങളാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജവും പ്രചോദനവും ഒക്കെ നമുക്ക് നൽകുന്നത്. ശരിക്കും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞർ വരെ പറയുന്നത് ദീർഘായുസിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ. ഇന്നത്തെ ഒരു ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ യുഗത്തില് ഇങ്ങനെയുള്ള സ്നേഹ കൂട്ടായ്മയെ, നന്മയുടെ, നമ്മൾ വാല്യൂസിനും മൂല്യങ്ങൾക്കും നല്ല വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കുകയും അവരിൽ നിന്നും പ്രചോദനവും എൻകറേജ്മെന്റും ഒക്കെ ലഭിക്കുന്ന ഇങ്ങനെയുള്ള നല്ല കൂട്ടായ്മകൾ ശരിക്കും ഇന്നത്തെ ഒരു യുഗത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് എല്ലാവരും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒക്കെ ഉണ്ടെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയെ ഒരു ഏകാന്തതയിലാണ്, ഒരു ശൂന്യത. അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ സഞ്ചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ പകർന്നു വന്ന ആ വഴികൾ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പനും വളരെയധികം ഇപ്പോഴും ആ ഒരു വേർപാടിന്റെ വളരെയധികം ആഘാതത്തിലാണ്. എന്നിരുന്നാലും അപ്പൻ എപ്പോഴും പറയുന്ന പോലെ 48 വർഷം അമ്മയെ കിട്ടി. അപ്പോൾ അമ്മയെ ഏറെ എല്ലാ രീതിയിലും അമ്മയ്ക്ക് ഒരു സപ്പോർട്ട് എല്ലാ രീതിയിലും ചെയ്തു കൊടുക്കാനായിട്ട് എൻ്റെ അപ്പനും അത് എന്തുകൊണ്ടും അർത്ഥവത്തായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ ഇപ്പോൾ ഇവിടെ ഇല്ല, UK-യിലാണ്. സഹോദരന് ശരിക്കും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും അമ്മയോടാണ് എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും 5-6 തവണ ഫോൺ വിളിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നത്. ഇപ്പോഴും സഹോദരന് സംസാരിക്കുമ്പോൾ ഒരു കുറ്റബോധമാണ്. അമ്മയ്ക്ക് വേണ്ടി ഫുൾ നീതി കാണിക്കാൻ സാധിച്ചില്ല, കാരണം വളരെ പെട്ടെന്നുള്ള വേർപാടായതുകൊണ്ട് ഇപ്പോഴും കുറ്റബോധത്തിലാണ്. ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഇനിയും ചെയ്യാമായിരുന്നു, ഇനി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ചിന്തയിലാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. അപ്പൊ അതുപോലെ തന്നെ അമ്മയെ പരിചയമുള്ള ഓരോ വ്യക്തിയും, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ പല ഭവനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവരെല്ലാം വളരെ ഹൃദയവേദനയോടുകൂടിയും ഹൃദയഭാരത്തോടുകൂടിയാണ് അമ്മയുടെ ഓർമ്മകൾ അവരെന്റെ അടുത്ത് ഷെയർ ചെയ്തത്. ഈ പറയുന്ന പോലെ അവർക്കൊന്നും നിർത്താൻ സാധിക്കുന്നില്ല, അത്രമാത്രം അവരുടെ ജീവിതം അവരെ മമ്മിയുടെ റോള് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഷൊർണൂർ കുടുംബത്തിന് മാത്രമല്ല, എൻ്റെ അമ്മയുടെ വള്ളക്കാലിൽ ഫാമിലിയിലും ആകെ വലിയൊരു വോയിഡ് തന്നെയാണ്. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം, ഒരു പരമമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ജനനം, മരണം, ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ജീവിതം നമ്മുടെ കൺട്രോളിലും നിയന്ത്രണത്തിലാണ്. അപ്പോ തീർച്ചയായിട്ടും നമുക്കും നമ്മൾ നടക്കുന്ന വഴികളിൽ അനേകം പേരെ സഹായിച്ചുകൊണ്ട് നന്മയുടെ, കാരുണ്യത്തിന്റെ തിരി തെളിയിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മുഖത്തിൽ ഒരു പുഞ്ചിരിക്ക് കാരണമാകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതവും ധന്യമാണ്. കാരണം വളരെ ഷോർട്ടായിട്ടുള്ള നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ കൂട്ടായ്മയിലാണ്. എപ്പോഴും ടീം എന്ന് പറയും. ടീം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ. അത് തന്നെ ആണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. റോട്ടറി സന്ധ്യയുടെയും നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഇപ്പൊ ഇന്നർ വീലിന്റെ കാര്യം പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം, എല്ലാം നമ്മൾ ഒരാൾ ഒറ്റയ്ക്കൊരു സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നം മാത്രമാകുന്നു, ഒരുമിച്ച് കാണുന്നതാണ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പൊ ഒരുമിച്ച് നമുക്ക് ഈ ഒരു കൊച്ചു ഭൂമി നല്ലൊരു സ്വർഗമാക്കാൻ അനേകം പേരുടെ ഹൃദയങ്ങളിൽ, ഞാൻ എൻ്റെ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതുപോലെ നല്ലൊരു കഥയാവാൻ ഫൈനലി നമ്മൾ എല്ലാവരും ഒരു സ്റ്റോറിയായി. അപ്പൊ എങ്ങനെ നമുക്ക് നല്ലൊരു കഥയാകാൻ സാധിക്കും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സമൃദ്ധിയായിട്ട് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ വന്നിരിക്കുന്ന അമ്മയുടെ ഈ ഒരു അനുസ്മരണത്തിന് സ്നേഹത്തോടുകൂടി നിറഞ്ഞ ആ ഒരു താല്പര്യത്തോടുകൂടി വന്ന നിങ്ങൾ ഏവർക്കും എൻ്റെ ഭാഗത്തുനിന്ന്, എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഹൃദയം നിറഞ്ഞ
നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അർത്ഥവത്തായിട്ട് ഫലമണിയട്ടെ. താങ്ക് യു സോ മച്ച്.